അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഞാനെടുത്തത് മെഡിറ്ററേനിയൻ ഡയറ്റ് ആൻഡ് ഏഷ്യൻസ്. മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഏഷ്യൻ കിച്ചണിലൊക്കെ സാധാരണയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഈ മെഡിറ്ററേനിയൻ ഡയറ്റിലുണ്ട്. നമ്മുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദി ക്വാളിറ്റി ഓഫ് ദോസ് ഫുഡ്സ് in preventing and controlling comorbid conditions like diabetes, hyperlipidemia or high cholesterol, പിന്നെ hypertension and thyroid disorders. അപ്പം ശരിക്കും നമ്മൾ പറയേണ്ടത് മെഡിറ്ററേനിയൻ എന്ന് പറയുന്നതിന് പകരം മെഡിറ്ററേഷ്യൻ എന്ന് വേണം പറയാൻ. കാരണം നമ്മുടെ ഫൗണ്ടേഷൻ ഓഫ് നമ്മുടെ ന്യൂട്രീഷൻ ഫൗണ്ടേഷൻ തന്നെ we eat lots of vegetables, we eat lots of grains, അല്ലേ? പിന്നെ ലെഗ്യൂംസ്, അതായത് ലെൻറ്റിൽസ്, ബീൻസ്, പീസ്, നട്ട്സ് ആൻഡ് സീഡ്സ് ഒക്കെയുള്ള ഡയറ്റാണ് നമ്മുടെ. അപ്പം നമ്മളതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള പോർഷൻ വേണം എടുക്കാൻ. ഹെൽത്തി ഫാറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒലിവ് ഓയിൽ, പീനട്ട് ഓയിൽ, അതൊക്കെ പ്ലാന്റ് ബേസ്ഡ് ഓയിൽ. അപ്പോൾ നമ്മളതിനെ പ്രയോറിറ്റൈസ് കൊടുക്കണം. പിന്നെ നട്ട്സ് ആൻഡ് സീഡ്സ്, ഒമേഗ 3 റിച്ച് ആയിട്ടുള്ള ഫിഷ് ചോയ്സസ് നമ്മൾ യൂസ് ചെയ്യണം. റെഗുലറായിട്ട് ഫിഷ് കൺസ്യൂം ചെയ്യുന്നവർക്ക് ഹൈ എമൗണ്ട് ഓഫ് ഒമേഗ 3 ഉണ്ട്. ഒമേഗ 3 നമുക്ക് ലഭിക്കുമ്പം ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന ആ കമ്പോണൻറ്റ് ലിപ്പിഡ് പാനലിൽ ട്രൈഗ്ലിസറൈഡ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഫ്രൂട്ട്സിൽ ലോട്ട്സ് ഓഫ് ഹെൽത്തി ഫ്രൂട്ട്സും സ്നാക്കും ഡെസേർട്ടും ഒക്കെ ഉണ്ട്. അതെല്ലാം നമുക്ക് ട്രൈ ചെയ്യാം മെഡിറ്ററേനിയൻ ഡയറ്റിൽ. പിന്നെ പാല്, അതായത് ഡയറി പ്രോഡക്റ്റ് എന്ന് പറയുമ്പം ചീസ്, ഹെൽത്തി ആയിട്ടുള്ള ലോ ഫാറ്റ് ചീസ്, ലോ ഫാറ്റ് യോഗർട്ട്, അതൊക്കെ ഇൻ മോഡറേഷൻ നമുക്ക് ട്രൈ ചെയ്യണം. ഇതെല്ലാം കൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ആൽക്കഹോൾ കൺസംഷൻ, ഷുഗറി ഡ്രിങ്ക്സ്, ഇതൊക്കെ കുറയ്ക്കണം. മെഡിറ്ററേനിയൻ ഡയറ്റിൻ്റെ ഒരു ഭാഗമാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കായിട്ടൊരു കാം ടൈം ഉണ്ടാക്കണം. അത് ഐദർ ആഫ്റ്റർ ഫിസിക്കൽ ആക്ടിവിറ്റി ഓർ ബിഫോർ. ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പം നമ്മുടെ വർക്കിംഗ് വുമണിനൊക്കെ ഫിസിക്കലായിട്ട് വിഗറസ് എക്സസൈസ് ചെയ്യാനൊക്കെ ഇച്ചിരി പ്രയാസമാണ്, ടൈം ഇല്ലാത്തതുകൊണ്ട്. ടൈം ഈസ് മണി എന്ന് ഞാൻ എല്ലാവരോടും എപ്പോഴും പറയും. കാരണം നമുക്ക് വൈസായിട്ട് നമ്മൾ ടൈം മാനേജ് ചെയ്താൽ വി ക്യാൻ ഡു എ ലോട്ട് ഓഫ് തിങ്സ്, കേട്ടോ. അപ്പം എന്നോട് പലരും ചോദിക്കാറുണ്ട്, വേർ ഡു യു ഹാവ് ദിസ് എനർജി, ഹൗ ഡു യു ഫൈൻഡ് ടൈം ടു ഡു ദിസ് എന്നൊക്കെ. അപ്പം ഞാൻ എല്ലാവരോടും പറയുന്നത് ടൈം ഈസ് മണി. അതുപോലെ തന്നെ നമ്മൾ ഈ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനും നമുക്ക് റിലാക്സ് ചെയ്യാനുമായിട്ടൊക്കെ ഒരു ബേസിക് എക്സസൈസ് പാറ്റേൺ ഉണ്ടാക്കണം. നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് ജിമ്മിൽ പോകുന്നതും ഹെവി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നതും ഒക്കെ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളൊരു 30 മിനിറ്റ്സ് ബ്രിസ്ക് വാക്ക് ചെയ്താൽ മതി. ഒരു ട്രെഡ്മിൽ ഉണ്ടെങ്കിൽ ഗോ ആൻഡ് യൂസ് ഇറ്റ്. പിന്നെ നമുക്ക് ഒരുപാട് സ്റ്റഡീസ് ഉണ്ട് ഈ ഏഷ്യൻ ആൾക്കാർക്ക് എന്തുകൊണ്ട് ഫാറ്റി ലിവർ ഡിസീസസ് വരുന്നു. നമ്മുടെയൊക്കെ ഡയറ്റിൽ ഉണ്ടാകുന്ന ആ പുവർ ചോയ്സസ് കൊണ്ടാണത്. നമ്മൾ ലാബൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ലിവർ എൻസൈംസ് ഒക്കെ കൂടുതലായിട്ട് വരും ബിക്കോസ് ഓഫ് ദ ഫാറ്റി ലിവർ. അതാ ചിലപ്പം ജനറ്റിക്കായിട്ടും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ളപ്പം നമ്മൾ ബോഡി വെയ്റ്റ് റെഡ്യൂസ് ചെയ്യണം, നമ്മൾ എടുക്കുന്ന ഫുഡിൻ്റെ ഇൻടേക്ക് ഫാറ്റ് റെഡ്യൂസ് ചെയ്യണം. പിന്നെ ടോട്ടൽ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഒക്കെ അറ്റ്ലീസ്റ്റ് വൺസ് എ ഇയർ എങ്കിലും നമ്മൾ പോയി ഒരു ലാബ് ടെസ്റ്റ് ചെയ്യണം. അപ്പം നമുക്കൊരു അവെയർനെസ് കിട്ടും. ഞാൻ അത്രയും വെയിറ്റും വണ്ണവും ഒന്നും ഇല്ലല്ലോ, എന്നിട്ട് എനിക്ക് എന്താ ഇങ്ങനെ ലാബ് ലെവൽ ഹൈ ആയെന്നുള്ളൊരു അവെയർനെസ് നമുക്ക് വരും. പിന്നെ ഡയബറ്റീസൊക്കെ ഉള്ള ഫാമിലിയിലുള്ള സ്ത്രീകൾ ശരിക്കും നമ്മൾ ഡയറ്റ് വാച്ച് ചെയ്യണം. മോഡറേഷൻ, ഈ ഗ്രേവി ഉള്ള ഫുഡുകളെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് മോർ സാലഡ്, അതിനകത്ത് ക്യൂക്കമ്പർ, ചിക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ചന, പിന്നെ സീഡ്സ്, പംകിൻ സീഡ്, ഈ സെസമി സീഡ്, പിന്നെ സൺഫ്ലവർ സീഡ്, ആൽമണ്ട്സ്, കാഷ്യൂസ്, എല്ലാം ഇൻ മോഡറേഷൻ വി ഹാവ് ടു ട്രൈ ഇറ്റ്. അപ്പോൾ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ കൾച്ചറലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് തന്നെ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള മെഡിറ്ററേനിയൻ അല്ലെങ്കിൽ മെഡിറ്ററേഷ്യൻ ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യണം. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ നമ്മളൊരു 50s ഒക്കെ കഴിയുന്ന സ്ത്രീകൾക്ക് നമുക്ക് റിസ്ക് ഫോർ മെറ്റബോളിക് ഹെൽത്ത് ഡിസീസസ്, അതായത് തൈറോയിഡ് പ്രോബ്ലംസ്, ഡയബറ്റിക് പ്രോബ്ലംസ്, ഇതൊക്കെ നമുക്ക് അതിൻ്റെ റിസ്ക് കുറയ്ക്കാൻ പറ്റും. അതിൻ്റെ റിസ്ക്
കുറയ്ക്കുമ്പം നമ്മൾ ലിവർ ഫാറ്റ് റെഡ്യൂസ് ചെയ്യും. ലിവർ ഫാറ്റ് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ റിസ്ക് ഓഫ് ഡയബറ്റീസ് ആൻഡ് കാർഡിയോ വാസ്കുലർ ഡിസീസും നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ അതിൻ്റെ വെറൈറ്റിയും അതിൻ്റെ ക്വാളിറ്റിയും മനസ്സിലാക്കിയിട്ട് ഒരു പോർഷൻ എടുത്ത് നമ്മൾ ഫുഡ് മെയിൻറ്റെയിൻ ചെയ്താൽ നമ്മുടെ ഏജിലുള്ള നമ്മുടെ ജനറേഷനിലുള്ളവർക്ക് ഈ ക്രോണിക് ഡിസീസസ് എല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഹോപ്പ് യു ലൈക്ക് ദിസ്. താങ്ക് യു.